ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ വന്നൊരു നോട്ടിഫിക്കേഷൻ അല്ലെ, ഇന്നലെ ഡിസംബർ 30 ആയിരുന്നു. ഡിസംബർ 30-ന് സുപ്രധാനമായിട്ടുള്ള ചില നോട്ടിഫിക്കേഷനുകൾ കേരള PSCയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടറും ഒക്കെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നിങ്ങളെ അറിയിച്ചതാണ്. അപ്പോൾ അതിനകത്ത് വന്നിരുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ, ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ 2024 ഡിസംബറിൽ വരും എന്നുള്ളതും നമ്മൾ ഓൾറെഡി നിങ്ങളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഡിസംബർ 30-ന് തന്നെ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നുള്ള തസ്തികയിലേക്കുള്ള ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ പ്രായപരിധി എത്ര, ഇതിന്റെ ജോലി സാധ്യതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്, ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നാണ് തസ്തിക പേര്. ഇന്ന് സ്ത്രീകൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ് വുമൺ എന്ന് പറയുന്ന ഒരു തസ്തികയെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ അതിൽ സ്ത്രീകൾക്ക് അതുകൊണ്ട് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇന്നലെ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ 527/2024 എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഓരവസരവും, അതിപ്പോ ഒരൊഴിവായിക്കോട്ടെ രണ്ടൊഴിവായിക്കോട്ടെ, അത് നമുക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസി ആണെന്ന് നമ്മൾ അങ്ങ് നിജപ്പെടുത്തുക, അതിനുവേണ്ടി പഠിക്കുക, കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. എത്രത്തോളം പരീക്ഷകൾ എഴുതാൻ പറ്റുമോ അത്രത്തോളം എഴുതുക. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 527/2024 ആണ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അവിടേക്കാണ് നമ്മൾ, ആ സ്ഥാപനത്തിലേക്കാണ് നിയമനം നടക്കുന്നത് അല്ലെ. നമ്മുടെ സപ്ലൈകോ പോലുള്ള അനുബന്ധ അതിന്റെ സ്ഥാപനങ്ങളാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നുള്ളതാണ് തസ്തികയുടെ പേര്. ശമ്പള സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 23,000 മുതൽ 50,200 വരെയുള്ള റേഞ്ചിലായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, സാലറി സ്കെയിൽ വരുന്നത്. ഒഴിവുകളുടെ എണ്ണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്, പ്രതീക്ഷിത ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് അപേക്ഷിക്കാമോ. തീർച്ചയായിട്ടും തസ്തികയുടെ പേര് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നാണെങ്കിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ഒരു വേക്കൻസി പ്രകാരം എന്താ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നുള്ളത് ഓർത്തുകൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ പലതരത്തിലുള്ള സംശയങ്ങൾ വരാം. കഴിഞ്ഞ ലിസ്റ്റ് അല്ലെ, കഴിഞ്ഞ 2020 ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടുള്ള പരീക്ഷകളൊക്കെ നടന്നു. അതിന് നിയമനം നമ്മൾ ചിലപ്പോൾ നിങ്ങളിൽ പലരും ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും ആയിരിക്കാം. അപ്പൊ നിയമനം ഇതുവരെ കിട്ടിയില്ല, ഇനി ഇതിന് വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾ സമയം കളയണോ, മെനക്കെടണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, നമ്മൾ ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്താലും ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ആദ്യത്തെ റാങ്കുകളിൽ കുറഞ്ഞതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ റാങ്ക് ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു ഓരത്ത് വന്നാൽ മതി എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അവിടെ നിയമന സാധ്യതകളെ പറ്റിയിട്ട് നമുക്ക് ആശങ്കകൾ ഉണ്ടാവുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അത് ഏത് പരീക്ഷ ആയിക്കോട്ടെ, അതിപ്പോ 10th ലെവൽ ആയിക്കോട്ടെ, 12th ലെവൽ ആയിക്കോട്ടെ, ഫോഴ്സ് പരീക്ഷ ആയിക്കോട്ടെ, ഇനിയിപ്പോ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏത് പരീക്ഷയാണെങ്കിലും നിയമന സാധ്യത ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യ റാങ്കുകളിൽ തന്നെ കടക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെ, ആദ്യ റാങ്കുകൾ നമ്മളെ സ്ഥാനം ഉറപ്പിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അതിന് നിയമനം നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പഠിക്കുക. എനിക്ക് ഒന്നാമത്തെയോ രണ്ടാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ എനിക്ക് വേണം. ആദ്യത്തെ 10 റാങ്കിനൊക്കെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ജോലിയാണ് നമുക്ക് കിട്ടാതെ പോകുന്നത്. അല്ലെ. അപ്പോൾ ആദ്യത്തെ റാങ്കുകൾ അവിടെ ആയിരിക്കണം നമ്മുടെ സ്ഥാനത്തെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കാറ്റഗറി നമ്പർ നമ്മൾ പറഞ്ഞു, 23,000 മുതൽ 50,200 വരെ എന്ന് പറയുന്ന നല്ലൊരു സാലറി സ്കെയിൽ നമുക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നാണ് തസ്തികയുടെ പേര്. പ്രതീക്ഷിത ഒഴിവുകളാണ് വരുന്നത് എന്നും പറഞ്ഞു. അപ്പൊ ഇനി എങ്ങനെയാണ് ഇതിന്റെ യോഗ്യത, നമ്മൾ പല വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും നമുക്ക് ഒന്നുകൂടി പറയണം. 18-നും 36-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. നമുക്കറിയാം OBC വിഭാഗത്തിന് ഉയർന്ന പ്രായപരിധിയിൽ 3 വർഷത്തതും SC/ST വിഭാഗക്കാർക്ക് 5 വർഷം ഉയർന്ന പ്രായപരിധിയിലും ഇളവ് ലഭിക്കും എന്നുള്ളത് നമുക്കറിയാം. യോഗ്യത എന്ന് പറയുന്നത് ഒന്നെങ്കിൽ SSLC അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യതയാണല്ലേ, 10ാം ക്ലാസ് യോഗ്യതാ പരീക്ഷയാണ്. അവസാന തീയതി വരുന്നത് 2025 ജനുവരി 29 ആണ് കേട്ടോ. 2025 ജനുവരി 29 വരെ നമുക്ക് അപേക്ഷിക്കാനുള്ള ഒരു സമയം കൂടി ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഉണ്ട് എന്നുള്ളതും ഓർത്തുകൊള്ളുക. അപ്പോൾ SSLC ആണ് യോഗ്യത. ഇപ്പൊ കഴിഞ്ഞ തവണ നടത്തിയ പരീക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകും. ഒരു പ്രിലിംസ് പരീക്ഷ ഉണ്ടായിരുന്നു, മെയിൻസ് ഉണ്ടായിരുന്നു. മെയിൻസിൽ സ്പെഷ്യൽ ടോപ്പിക്, അതായത് നമ്മുടെ ഭക്ഷ്യസുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൂടി മെയിൻസിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം പാറ്റേൺ ഫോളോ ചെയ്യാൻ സാധ്യത, ചിലപ്പോൾ മാറ്റപ്പെടാം. ഇതുവരെ PSCയുടെ ഭാഗത്തുനിന്ന് അക്കാര്യത്തിലുള്ള എന്താ പറയുക ഉറപ്പുകളോ അല്ലെങ്കിൽ ധാരണകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ വർഷത്തെ അതേപോലെ ഒരു പാറ്റേണിലായിരിക്കാം തുടരുക, പരീക്ഷ
തുടരുക എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നത്. എന്നാലും 10ാം ക്ലാസ് യോഗ്യതയാണ് അടിസ്ഥാനമായിട്ടുള്ളത് എന്നുള്ളത് ഓർത്തുകൊള്ളുക. ജനുവരി 29 വരെ നമുക്ക് അപേക്ഷിക്കാനുള്ള സമയം കൂടി ഉണ്ടെന്നുള്ളതും ഓർത്തോളാം. ഇനി എവിടൊക്കെയായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക? ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോസ്റ്റിൽ വരുമ്പോഴേക്കും നമുക്ക് എവിടെയാണ് ജോലി കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഡിപ്പോയിലാണ്. ഓക്കെ, സിവിൽ സപ്ലൈസ് ഡിപ്പോകളിലായിരിക്കാം, അല്ലെങ്കിൽ മാവേലി സ്റ്റോറുകളിലായിരിക്കാം, അല്ലെങ്കിൽ മാവേലി സൂപ്പർ സ്റ്റോറുകളിലായിരിക്കാം, അല്ലെങ്കിൽ മാവേലി സൂപ്പർ മാർക്കറ്റുകളിലോ ഹൈപ്പർ സ്റ്റോറുകളിലോ പീപ്പിൾസ് ബസാറിലോ അല്ലെങ്കിൽ NFSA ഗോഡൌണിലോ ആയിരിക്കും. NFSA ഗോഡൌൺ നമുക്കറിയാം, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ പ്രകാരമുള്ള ഗോഡൌണുകളാണ്. അതായത് കേന്ദ്ര സഹായത്താൽ നമുക്ക് കിട്ടുന്ന ഭക്ഷ്യധാന്യങ്ങളൊക്കെയാണ് അവിടെ അത് സൂക്ഷിക്കുന്ന NFSA ഗോഡൌണുകളിൽ നമുക്ക് ജോലി ലഭിക്കാം. ഇവിടങ്ങളിലൊക്കെ ആ ഒരു ജോലി സമയം, ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിട്ട് ഈ പറയുന്ന സ്ഥാപനങ്ങളിലാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ നിങ്ങൾ ജോലി എടുക്കേണ്ടി വരുന്ന ഒരു സമയം എന്ന് പറയുന്നത്, ഇപ്പോ മാവേലി സ്റ്റോറിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 7 മണി വരെ നമുക്ക് നിൽക്കേണ്ടതായിട്ട് വരും. മാവേലി സൂപ്പർ സ്റ്റോർ ആണെങ്കിലും 9:30 മുതൽ 7 മണി തന്നെയാണ്. സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ 10 മണി മുതൽ 8 മണി വരെ നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരും. ഹൈപ്പർ സ്റ്റോറിലും പീപ്പിൾസ് ബസാറിലും ഒക്കെ 10 മണി മുതൽ 8 മണി വരെ തന്നെയാണ്. NFSA ഗോഡൌൺ ആണെങ്കിൽ 9:30 മുതൽ 6 മണി വരെ ആയിരിക്കും നമ്മുടെ ജോലി സമയം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു ഗവൺമെന്റ് ജോലി നമുക്ക് 10 to 5 അല്ലേ സാധാരണ വരിക, ഇത്രയും സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാകുമോ, 23,000 രൂപയല്ലേ നമുക്ക് ബേസിക് പേ വരുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നാം. പക്ഷേ അതിനൊരു ഗുണമുണ്ട്. നമ്മൾ ഇത്രയും നേരം ജോലി ചെയ്യുന്നെങ്കിൽ കൃത്യമായിട്ടുള്ള അലവൻസുകൾ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഉണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളുക. ബേസിക് പേ നമ്മൾ പറഞ്ഞു 23,000 ആണെന്ന് പറഞ്ഞു അല്ലേ. 9% DA നിങ്ങൾക്ക് വരുന്നത്. 9%, 23,000-നോടൊപ്പം ഒരു 9% DA നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഇനി ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാവേലി സ്റ്റോറുകളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു ക്വാർട്ടർ DAയും കൂടെ വരും. അതായത് ഓൾറെഡി നമുക്ക് ഒരു 9% DA ഉണ്ട്, അതിന്റെ ക്വാർട്ടർ എന്ന് പറയുമ്പോഴേക്കും ഏകദേശം ഒരു 2.25 കേട്ടോ, ഒരു 2.25% കൂടി, 2.25% കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് വരും, ഒരു 2.25% എക്സ്ട്രാ DA ഇതിന്റെ കൂടെ വരും. ഓക്കെ, നിങ്ങൾ മാവേലി സ്റ്റോറുകളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ബേസിക് പേയോടൊപ്പം 9% DA അത് നമുക്ക് ഈ ഒരു പോസ്റ്റിനുള്ളതാണ്. അതിന്റെ കൂടെ ഒരു 2.25%, അതിന്റെ ക്വാർട്ടർ ഭാഗം നമുക്ക് എന്ത് വരും, ഒരു DA എക്സ്ട്രാ DA വരും. ഇനി അതല്ല, നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിലാണ്, മാവേലി സൂപ്പർ മാർക്കറ്റുകളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഹാഫ് DA ആയിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടാൻ പോകുന്നത്. ഓൾറെഡി ഉള്ള 9%-നോടൊപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു 4.5% ഹാഫ് DAയും കൂടെ എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത്രയും നേരം നമ്മൾ ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും വരാൻ പോണില്ല. നമുക്ക് സാലറി നല്ല രീതിയിൽ തന്നെ കിട്ടും. പിന്നെയോ ഒരു 0.5 തൊട്ട് 3% വരെയുള്ള ഇൻസെന്റീവ് കിട്ടും. കാര്യം എന്ന് വെച്ചാൽ നമ്മളെയാണ് ഈ സ്റ്റോറിന്റെ ചുമതല നമുക്ക് ഏൽപ്പിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് സെയിൽ നടക്കുക, അവിടുത്തെ പ്രൊഡക്റ്റുകളെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് നടക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇൻസെന്റീവുകളും ഈ ഒരു ജോലിക്ക് ഉണ്ടാകും. അപ്പൊ ഒരു 0.5% തൊട്ട് ഒരു 3% വരെയുള്ള ഇൻസെന്റീവുകളും നമുക്ക് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തിക പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു ജോലി പ്രകാരം നമുക്ക് കിട്ടും. പിന്നെയോ ഹോളിഡേ വേജസ് ഉണ്ടാകും. ഇപ്പോ മറ്റുള്ള ഹോളിഡേ ൊക്കെ നമ്മൾ പോയിട്ട് ജോലി ചെയ്യണം, അത് നമ്മുടെ ജോലിയാണ്, നമ്മൾ അവിടെ പോയി പണിയെടുക്കണം. അപ്പൊ ഈ സമയങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ, മറ്റുള്ളവർ വീട്ടിൽ ഇരിക്കുന്ന സമയം നമ്മൾ പോയി ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും, ഹോളിഡേ വേജസ് ഉണ്ടാകും, പിന്നെ ഓണത്തിന് ബോണസ് ഉണ്ടാകും. ഇത്തരത്തില് അലവൻസുകൾ ഒരുപാട് ഈ പറയുന്ന ബേസിക് പേ എന്ന് പറയുന്ന 23,000-ഓടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പോയാലും ഒരു 30+ ഒരു 31 റേഞ്ചിലൊക്കെ സാലറി നമുക്ക് വരും. പിന്നെ അതിനകത്തു നമ്മുടെ ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഏകദേശം ഒരു 26,000 സംതിങ് ആയിരിക്കും നമുക്ക് എന്താകുന്നത്, ഈ ഒരു ജോലി പ്രകാരം ഈ ഒരു തസ്തിക പ്രകാരം നമുക്ക് കിട്ടാൻ വേണ്ടി പോകും. നമുക്കറിയാലോ LDയുടെ സാലറി ആണ് അല്ലെ, ഒരു 26,000 സംതിങ് നമുക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ LDയുടെ സാലറി നമുക്ക് കിട്ടുന്നു. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്, ഒരു LGS തസ്തികയോട് സമമായിട്ടുള്ള ഒരു പോസ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന സാലറി നമുക്ക് ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് ഈ അലവൻസ് ഒക്കെ കൂട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു LDയുടെ സാലറി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ HRA നമുക്ക് കിട്ടും. ഹൗസ് റെന്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പം 23,000 ബേസിക് പേ എങ്കിലും അലവൻസുകളും മറ്റൊക്കെ കൂട്ടി വരുമ്പോൾ LDയുടെ സാലറി വരെ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഈ ഒരു പോസ്റ്റ് പ്രകാരമുണ്ട്. ഇനിയോ പ്രമോഷൻ സാധ്യതകളുണ്ട്. 2 വർഷം നമുക്ക് പ്രൊബേഷൻ ആണ് കേട്ടോ. 2 വർഷം നമ്മൾ ജോലിയിൽ കയറി 2 വർഷം നമുക്ക് പ്രൊബേഷൻ ആണ്. ഇത് കഴിയുമ്പോൾ നമ്മൾ MOP എന്ന് പറയുന്ന ഒരു പരീക്ഷ എഴുതണം. മാനുവൽ ഓഫ് പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തല പരീക്ഷ നമ്മൾ എഴുതണം. ആ പരീക്ഷ എഴുതി കഴിഞ്ഞ് നമ്മൾ പ്രൊമോഷൻ എങ്ങോട്ടേക്കാണ് നമുക്ക് കിട്ടുന്നത്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നുള്ളത് മാറി നെക്സ്റ്റ് ലെവല്
ജൂനിയർ അസിസ്റ്റന്റിലേക്കും പിന്നീട് സീനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പിന്നീട് സീനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 1 എന്നുള്ള നിലയിലേക്ക് നമ്മുടെ എന്ത് മാറും, നമ്മുടെ ആ ഒരു പ്രൊമോഷൻ സാധ്യതകൾ മാറുകയും അതിനനുസരിച്ച് നമ്മുടെ സാലറി സ്കെയിലിൽ വ്യത്യാസം വരികയും ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് പ്രൊമോഷൻ സാധ്യതകളുള്ള ധാരാളം അലവൻസുകളുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അതിൽ തർക്കം ഒന്നുമില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ നിങ്ങളെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ ലിസ്റ്റാണ്, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള നിയമനമാണ്. ഇതൊക്കെയായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ആ ഒരു മനസ്സിനെ അനുവദിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ആദ്യത്തെ റാങ്കുകൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ആദ്യത്തെ റാങ്കുകൾ കിട്ടും. ആദ്യത്തെ റാങ്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലിയും കിട്ടും. നമ്മൾ അതിനു മാത്രം ഫോക്കസ് ചെയ്യുക. റാങ്ക് ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തല്ല നമ്മൾ ഉന്നുന്നത്. ആദ്യത്തെ റാങ്കുകൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എനിക്ക് ആദ്യത്തെ റാങ്കുകൾ വേണം, എനിക്ക് പെട്ടെന്ന് അഡ്വൈസ് കിട്ടി ജോലി കിട്ടി നമ്മൾ പോണം എന്നുള്ള കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ 10th ലെവലാണ് ഇതിന്റെ ഒരു അടിസ്ഥാന യോഗ്യത എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സൂപ്പർ നോട്ട്സിൽ ജനറൽ PSC ബാച്ച് 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായുള്ള പരീക്ഷകൾക്കെല്ലാം വേണ്ടിയിട്ട് പ്രയാണം എന്ന് പറയുന്ന ഒരു ലോങ് ടേം ബാച്ച് നമ്മൾ സൂപ്പർ നോട്ട്സിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ജനുവരി 1 നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നു. നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മുടെ കോഴ്സ് ഫീയിൽ ഒരു 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി നൽകിയിട്ടാണ് നമ്മുടെ കോഴ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിഭാവനം ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ നല്ല കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ക്ലാസ്സുകളും സ്പെഷ്യൽ ടോപ്പിക് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു ബാച്ച് തന്നെയായിരിക്കും പ്രയാണം എന്ന് പറയുന്നത്. 10ാം ക്ലാസ് അടിസ്ഥാനമായിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിക്കോട്ടെ, 10ാം ക്ലാസ് യോഗ്യതയുള്ള ധാരാളം പരീക്ഷകൾ നമുക്ക് അപ്കമിംഗ് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും പ്രയാണം ബാച്ച്, സൂപ്പർ നോട്ട്സിന്റെ പ്രയാണം ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ നമ്പർ കൊടുക്കാം. അപ്പോൾ അതിൽ കൃത്യമായിട്ട് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. മറക്കണ്ട, റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ സ്ഥാനങ്ങളാണ് നമ്മുടെ ഉന്നം എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.